ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ, അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സർ, 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിലെ ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ട 7 വകുപ്പുകളുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സർ, എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് ബജറ്റ് പ്രസംഗത്തിൽ ചുരുക്കം പരാമർശമേ ഉള്ളൂവെങ്കിലും കേരളത്തിൽ ഇന്ന് സവിശേഷമായ പ്രാധാന്യമുള്ള ഒരു വകുപ്പാണ് സർ എക്സൈസ്. ആധുനിക സൗകര്യങ്ങൾ നൽകി നവീകരിക്കാനും നിർവഹണ ഉപകരണങ്ങൾ നൽകിയും ഓഫീസുകൾ നവീകരിച്ചും ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയും എക്സൈസ് വകുപ്പിന് പുതിയ ഒരു മുഖം നൽകാൻ ശ്രമിക്കുന്ന മന്ത്രി ശ്രീ എം പി രാജേഷിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിന് ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശ്രമങ്ങൾ തുടരുമ്പോൾ തന്നെ ഇന്നത്തെ അവസ്ഥയിൽ പ്രധാന വരുമാന സ്രോതസ് എന്ന നിലയിൽ ഈ രംഗത്തിന് ഇന്നത്തെ അവസ്ഥയിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ രംഗത്തിന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രാമുഖ്യം അതുകൊണ്ട് കൈവന്നിട്ടുണ്ട്. എന്നാൽ മദ്യത്തിൻ്റെ അമിത ഉപയോഗം സൃഷ്ടിക്കുന്നതും മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതും ഗൗരവമായി കാണേണ്ടതാണ്. സാർ, മയക്കുമരുന്ന് എക്കാലത്തും ഒരു സാമൂഹ്യ വിപത്താണ്. സമീപകാലത്തായി മയക്കുമരുന്ന്, പ്രത്യേകിച്ച് രാസലഹരി, ലോകമാകെ ഒരു മഹാവിപത്തായി വളർന്നിട്ടുണ്ട്. രാസലഹരി അടക്കമുള്ള മയക്കുമരുന്നിൻ്റെ ആഗോള വിപണി ശതകോടിക്കണക്കിന് ഡോളറിൻ്റേതാണ്. വലിയ അന്താരാഷ്ട്ര മാഫിയ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു. കൗമാരക്കാരെയാണ് ലഹരി മാഫിയ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ലഹരിയുടെ ചതിക്കുഴിയിൽ വീണ് കരകയറാൻ കഴിയാത്തവർ നിരവധിയാണ്. സർ, 2023 യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം അവർ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഭാഗമായി ലോകത്താകെ 15-നും 64-നും ഇടയിൽ പ്രായമുള്ളവരിൽ 17 പേരിൽ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് കണ്ടെത്തിയത്. 2011 24 കോടി ആളുകളായിരുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതെങ്കിൽ 2021 അത് 29.6 കോടിയായി വർദ്ധിച്ചു. ലോക ജനസംഖ്യയിൽ 15-നും 64-നും പ്രായത്തിന് ഇടയിലുള്ളവർ 5.8% ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 2019 ലോകത്താകെ 5 ലക്ഷം ആളുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിക്കാനിടയായി. സാർ, ആഗോളമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ 70%വും 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പ്രായപരിധിയിലുള്ളവരാണ്. സാർ, ഇവർക്കിടയിലുള്ള ലഹരി ഉപയോഗം വൻതോതിൽ വർദ്ധിക്കുകയാണ്. ആഗോളവൽക്കരണം, തുറന്നിട്ട ഉപഭോഗ തൃഷ്ണ, ജീവിതാഹ്ലാദത്തെക്കുറിച്ചുള്ള വികല സങ്കല്പങ്ങൾ എന്നിവയൊക്കെ മാരകലഹരിയുടെ സുഖാലസ്യങ്ങൾ തേടാൻ പ്രേരണയാവുന്നുണ്ട്. സർ, നിയോ ലിബറലിസം സൃഷ്ടിക്കുന്ന വർദ്ധിച്ച സാമ്പത്തിക അസമത്വം, തൊഴിലില്ലായ്മ, ജീവിത തകർച്ച എന്നിവയുടെ ഫലമായി ഉണ്ടാകുന്ന ഇച്ഛാഭംഗവും നിരാശയും അരാഷ്ട്രീയതയും മയക്കുമരുന്നിൽ അഭയം തേടാൻ ചിലരെയെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ട്. സർ, മൂലധന ശക്തികളുടെ ലാഭക്കൊതിയാണ് സാർ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. ദേശീയ തലത്തിലും അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് ഒരു വിപത്തായി വളരുകയാണ്. ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്ത് വിപണനം ചെയ്യുന്നതിൽ ബന്ധമുള്ള മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ മുദ്ര, മുംബൈ തുടങ്ങിയ തുറമുഖങ്ങൾ വഴിയാണ് വലിയ തോതിൽ മയക്കുമരുന്ന് ഇന്ത്യയിൽ എത്തുന്നത്. കേരളത്തിലും 2019 മുതൽ 24 വരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 82,478 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. മയക്കുമരുന്നിൻ്റെ ഉറവിടം തേടി നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള അന്വേഷണം വിദേശങ്ങളിലേക്ക് തന്നെ പോയി പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗവും തുടർന്നുള്ള അക്രമ പ്രവർത്തനങ്ങളും ഭീതിജനകമായ രീതിയിൽ വളരുന്നത് എല്ലാവരെയും ഉത്കണ്ഠപ്പെടുത്തുകയാണ്. സാർ, കലാലയങ്ങളിലെ ക്യാമ്പസ് രാഷ്ട്രീയം ദുർബലപ്പെട്ടതും രാഷ്ട്രീയ ശൂന്യതയും ആശയ ദാരിദ്ര്യവും സംവാദരാഹിത്യത്തിൻ്റെ അന്തരീക്ഷവുമെല്ലാം മയക്കുമരുന്നിൻ്റെ ഇരുണ്ട ലോകത്തേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കുന്നു. സിനിമാ ലോകത്തിൻ്റെ സ്വാധീനവും ചില സ്വാധീനങ്ങൾ ചെലുത്തുന്നു. മദ്യവും മയക്കുമരുന്നും ഉപയോഗവും ചേർന്ന ചിത്രീകരണങ്ങൾ യുവ മനസ്സുകളെ സ്വാധീനിക്കുന്നു. ഇവിടെ ചില നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്ന് പുതിയ കാലം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. സർ, സെൻസർ ബോർഡുകളിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ആശയം ഞാൻ പങ്കുവെക്കുകയാണ്. അതുപോലെ എക്സൈസും പോലീസും ചേർന്ന സംയുക്ത പരിശോധനകളും 2 സേനകളുടെയും അംഗബലവും വർദ്ധിപ്പിക്കാനും ഉള്ള നിലപാടുകൾ സ്വീകരിക്കണം. ഇന്നലെ ഉള്ള ധനാഭ്യർത്ഥന ചർച്ചകളിൽ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും ഊർജ്ജത്തെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണം. സാർ, കൗമാരശക്തിയെ സ്പോർട്സിലേക്കും കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ സമൂഹ നിർമ്മിതിയിലേക്കും തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ മയക്കുമരുന്നിലേക്ക് വീഴാതെ അവരെ നമുക്ക് സംരക്ഷിക്കാനാകും. സാർ, ഇവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെയും കായിക വിനോദത്തിൻ്റെയും
കല, സംസ്കാരം എന്നീ മേഖലയുടെ പ്രാധാന്യം കിടക്കുന്നത് സാർ. സാംസ്കാരിക രംഗത്തൊരു നവചൈതന്യം നിലനിൽക്കുന്നുണ്ട് സാർ. സമ്പന്നമായ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം കൂടുതൽ ഉയരങ്ങൾ തേടിപ്പിടിക്കാൻ നമുക്കാകണം സാർ. ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടി ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, രാമചന്ദ്രൻ ആർട്ട് ഗാലറി മുതൽ പുരാവസ്തു സംരക്ഷണ നടപടികൾ ഉൾപ്പെടെ ഒട്ടേറെ നടപടികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് സാംസ്കാരിക വകുപ്പ് തീരദേശ മേഖലയിൽ സംഘടിപ്പിച്ച കടൽമിഴി വളരെ ശ്രദ്ധേയമായ പരിപാടി തന്നെയായിരുന്നു. അതിൻ്റെ പ്രമോദ് പയ്യന്നൂർ മെമ്പർ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന തീരദേശത്തെ കലാകാരന്മാരുടെ സർഗാത്മകമായിട്ടുള്ള വാസനകൾ പരിപോഷിപ്പിക്കാനും എല്ലാം കഴിഞ്ഞ വളരെ മനോഹരമായ പരിപാടിയായിരുന്നു. വൈപ്പിൻകരയും അതിന് വേദിയാകുകയുണ്ടായി സാർ. സാംസ്കാരിക രംഗത്തിനൊരു പ്രദേശത്തെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നയിക്കാനാകും. ഈ പ്രതിഭാസത്തെ ഇന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ബിൽബാവോ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. സ്പെയിനിലെ ബിൽബാവോയിൽ 1997 നിർമ്മിച്ച ഗുഗൻ ഹെയിം മ്യൂസിയത്തിലെ സാംസ്കാരിക പരിപാടികൾ കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേർന്നു. ഈ ബിൽബാവോയിൽ ബിസിനസ് വളർത്തി തൊഴിലുകൾ സൃഷ്ടിക്കപ്പെട്ടു. സാംസ്കാരിക പരിപാടികളിലൂടെ ഒരു പ്രദേശത്ത് സാമ്പത്തിക നേട്ടം കൈവരിക്കാനാവുമെന്നതിന് ഒരു ഉദാഹരണമാണ് സാർ ബിൽബാവോ. സാർ, ഇതുവഴി പല രാജ്യങ്ങളിലും ബിൽബാവോ എഫക്റ്റ് മാതൃകകൾ ഉണ്ടായി. ഇത് കേരളത്തിലും പ്രാവർത്തികമാക്കാൻ കഴിയും സാർ. അതിനായി നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ, നാടക ഫെസ്റ്റിവൽ, ഇറ്റ്ഫോക്ക്, ബിനാലെ പോലെയുള്ള കലാപ്രദർശനം, വിവിധ കലാ അക്കാദമികൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടാതെ അന്തർദേശീയ നിലവാരത്തിൽ കലകൾ അവതരിപ്പിക്കാൻ സ്ഥിരം വേദികൾ നമുക്ക് ഒരുക്കേണ്ടിയിരിക്കുന്നു സാർ. കേരളത്തിന് ലോകപ്രശസ്തരായ അനേകം കലാകാരന്മാരുണ്ട്. ഇവിടെ കലാസൃഷ്ടികൾ വിൽക്കാൻ ഒരു ആർട്ട് ഫെയർ ഇല്ല എന്നുള്ള പരിമിതികളുണ്ട്. കേരളത്തിനൊരു ആർട്ട് കമ്പോളം ആവശ്യമാണ് സാർ. സംഗീതത്തിനും നൃത്തത്തിനും മാത്രമായി ഒരു ഫെസ്റ്റിവൽ ഇല്ല എന്നതും ഒരു പോരായ്മയാണ് സാർ. സർഗാവിഷ്കാരത്തിനും മാനസിക ഉല്ലാസത്തിനും വഴിയൊരുക്കുന്ന നൂതന പദ്ധതികൾ കൂടി അവതരിപ്പിക്കാൻ സാംസ്കാരിക വകുപ്പിന് കഴിയണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ലഹരിയെ തടയാൻ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൻ്റെ കായിക രംഗത്തിനും വലിയ പ്രാധാന്യമാണുള്ളത്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് സ്പോർട്സ് മേഖല ഇന്ന് മുന്നോട്ട് കുതിക്കുന്നത്. സംസ്ഥാനത്തിന് ആദ്യമായ ഒരു സമഗ്ര കായിക നയം രൂപീകരിച്ച സ്പോർട്സ് വകുപ്പ് മന്ത്രിയെ ഞാൻ അബ്ദുൾ റഹ്മാനെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും സ്പോർട്സ് വിദഗ്ധ പരിശീലനവും ശാസ്ത്രീയ മാർഗങ്ങളും അവലംബിച്ച് ഉന്നത നിലവാരമുള്ള കായിക താരങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തോടെയാണ് സാർ 2023 നമ്മുടെ കായിക നയം ആവിഷ്കരിച്ചത്. കിഫ്ബി ഫണ്ടും കായിക ഫണ്ടും ഉൾപ്പെടെ 3000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. പഞ്ചായത്തിലൊരു കളിക്കളം, ഫിറ്റ്നസ് സെൻ്ററുകൾ, ഹെൽത്ത് കിറ്റ്സ് തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ ആ മേഖലയിൽ നടത്തുന്നുണ്ട്. കൊച്ചിയിലൊരു ഞാനൊരു പുതിയ നിർദ്ദേശം വെക്കുകയാണ് സാർ. കൊച്ചിയിൽ ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലമെന്ന നിലയിൽ മഹാനഗരമായി വളരുന്ന കൊച്ചിയിൽ ഒരു വാട്ടർ ഒളിമ്പിക്സ്, അന്താരാഷ്ട്ര പ്രശസ്തിയുള്ളൊരു വാട്ടർ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുവാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. ഇങ്ങനെ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് വ്യാപകമാക്കുന്നത് വഴി ലഹരിക്കെതിരായ ശക്തമായ ഒരു പ്രതിരോധം കൂടിയായിരിക്കും സാർ അത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഓരോ കുടുംബത്തിൻ്റെയും ആശയും അത്താണിയുമായി മാറേണ്ട ചെറുപ്പക്കാർ തൊഴിലില്ലാതെ വരുമ്പോൾ അവർ നിരാശവാദികളും മോഹഭംഗക്കാരുമായി മാറുന്നവരുണ്ട്. അതിൽ ധാരാളം പേർ ലഹരിക്ക് അടിമപ്പെടുന്ന സ്ഥിതിയുണ്ട്. ആ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തൊഴിലെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ നിലയിൽ വളരെ ഭാവന സമ്പന്നതയോടുകൂടിയാണ് തൊഴിലും തൊഴിലാളി ക്ഷേമത്തിൻ്റെയും മേഖലയിൽ ശ്രദ്ധേയ മാറ്റങ്ങൾക്ക് നമ്മുടെ മുന്നണി സർക്കാർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 34,859 താൽക്കാലിക നിയമനങ്ങൾ ഉൾപ്പെടെ 43,152 പേർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് മാത്രം തൊഴിൽ നൽകി സാർ. അങ്ങനെ എല്ലാ വകുപ്പുകളിലും നവകേരളത്തിന്റെ പുതുവഴികൾ തേടിക്കൊണ്ട് ഈ കേരളത്തെ മറ്റ് മധ്യവർഗ വരുമാന രാജ്യങ്ങളോടൊപ്പം നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെയും അതുമായി ബന്ധപ്പെട്ട് ഉള്ള നമ്മുടെ ഈ വകുപ്പുകളുടെയും എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ ഒരിക്കൽ കൂടി പിന്താങ്ങുന്നു. നന്ദി, നമസ്കാരം.